உண்மையை சொல்கிறேங்க. நான் வந்து போன வருஷம் ஆப்ரேஷனில் முடிஞ்சு ஒரு மெடிசின் வந்து எனக்கு தப்பாக കൊടുത്തിട്ടാங்க. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. സുഖമില്ലാതെ കിടന്ന സമയത്ത് മെഡിസിൻ തപ്പായിട്ട് കൊടുത്തു, മെഡിസിൻ മാറിക്കൊടുത്തു എന്ന്. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കള്ളനാവും. കൊടുത്തവங்க പേര് ഞാൻ യാതൊരു சொல்லலை. ആരെ പറ്റിയിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. മനസ്സിലായി. അത് ഇൻഡയറക്ട്ലി ടു നമ്മുടെ എലിസബത്തിനെയാണ്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്നതാണല്ലോ നല്ലത്. ആലോചിച്ചപ്പോ ഇതേ ഒരു വഴി കണ്ടു. தப்பாக நான் கன்சியூம் பண்ணிட்டேன்னு சொல்லியிருக்கேன். ஸோ அது ரொம்ப நாளில் நான் தெரியாமல் കൺസ്യൂം பண்ணியிருந்தேൻ. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. അത് കുറെ കാലം പുള്ളിക്കാരന് കൺസ്യൂം ചെയ്യേണ്ടി വന്നു. ഇതൊരു കള്ളക്കഥയായിട്ട് ഞാൻ കാണും. ஸோ அப்பயும் கடவுள் வந்து திருப்பி என்னை காப்பாற்றுறாரு. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ. നമുക്ക് എല്ലാവർക്കും അറിയാം എലിസബത്ത് ഒരു ഡോക്ടറാണ്. അന്നേരം പുള്ളിക്കാരത്തി ഒരു മരുന്ന് തപ്പാ കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് സോ പുള്ളിക്കാരുടെ റെപ്യൂട്ടേഷനും കൂടെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കേ. ഇതുപോലുള്ള തൊട്ടി പരിപാടി ബാലയ്ക്കല്ലാതെ വേറെ ആർക്കും കാണിക്കാൻ പറ്റൂല. പിടി സത്യം പറഞ്ഞ എനിക്കുള്ള കൊല്ലാൻ തോന്നി. സാധിക്കൂല മോളെ. ബാല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. നടൻ ബാലയ്ക്കെതിരെ വഞ്ചനാക്കുറ്റത്തിനും വ്യാജരേഖ ചമച്ചതിനും കേസെടുത്തു. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ പട്ടി ചതിക്കും. നടൻ ബാലയും മുൻ ഭാര്യ അമൃതയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. നിന്നെ ഒരു വഴിക്കാക്കിട്ടേ വേറെ കാര്യമുള്ളൂ. സമയക്കേട് വരുമ്പോ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാണ്. വിവാഹമോചന കരാറുമായി ബന്ധപ്പെട്ടതാണ് പുതിയ കേസ്. വിശദമായ ഒരു പരാതി ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള വിവാഹമോചന ഉടമ്പടിയിൽ തന്റെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടുവെന്നാണ് അമൃതയുടെ പരാതി. എന്ത് തോന്നിയ കാണിക്കണത്? ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? വ്യാജരേഖകൾ ചമച്ച് ഹൈക്കോടതിയെ തന്നെ ബാല തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അമൃതയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.